അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ എക്സിൽ ഒരു പോസ്റ്റ് കുറിച്ചിരുന്നു. അത് യമനിലെ ഹൂത്തികളെ അൻസാറുള്ളയെ അമേരിക്ക ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അദ്ദേഹം എക്സിൽ പങ്കുവെച്ചത്. അതായത് ഒരു കൂട്ടം ആളുകൾ സംഘടിച്ച് നിൽക്കുന്നതും അവിടത്തേക്ക് വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടത്തി അവരെ കൊല്ലുന്നതിന്റെയും ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഒരു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു പോസ്റ്റ് എക്സിൽ കുറിക്കാനുണ്ടായ സാഹചര്യമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് യമനിലെ അൻസാറുള്ളയെ അഥവാ ഹൂത്തികളുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും പറയേണ്ടതായിട്ട് വരും. അത് കൃത്യമാണ് കാര്യങ്ങൾ. നേരത്തെ അമേരിക്കൻ യുദ്ധവാഹിനി വിമാനവാഹിനി കപ്പലിനെ അമേരിക്കൻ പടക്കപ്പലിനെ ഈ നൂറ്റാണ്ടിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കക്ഷി എന്നുള്ള നിലയിൽ, ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ യമനിലെ അൻസാറുള്ള യഥാർത്ഥത്തിൽ അമേരിക്കയെ വിറപ്പിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാനും പങ്കുവെക്കാനും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെ ചെങ്കടലിനെ പറ്റി പറയുമ്പോൾ അവിടെ ഉള്ള ഹൂത്തികളുടെ സാന്നിധ്യം വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ചെങ്കടലിനെ ഹൂത്തികളെയും മറികടന്നുകൊണ്ട് ഒരു ചരക്കു ഗതാഗതം നടത്താൻ നിലവിലുള്ള ലോകക്രമത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ട്വിറ്റർ പോസ്റ്റുമായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രോക്സി ഗ്രൂപ്പാണ് യമനിലെ ഹൂത്തികൾ എന്നാണ് അമേരിക്കയുടെ ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷെ ഇറാൻ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി തന്നെ പറഞ്ഞിരിക്കുന്നത് അവരെ ഞങ്ങളുടെ പ്രോക്സികൾ എന്ന് വിളിക്കരുത്. അവർ സ്വതന്ത്ര അസ്തിത്വമുള്ള ഒരു പോരാട്ട പ്രസ്ഥാനമാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘം ആളുകളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവർക്ക് സ്വന്തമായ പ്രത്യയശാസ്ത്രവും സ്വന്തമായ നിലപാടുകളും സ്വന്തമായ രാഷ്ട്രീയ അസ്തിത്വവും ഉണ്ട് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അവരെ യമനിലെ അൻസാറുള്ളയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മിഡിൽ ഈസ്റ്റുകളുടെ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിന് അവർ നൽകി വരുന്ന സഹായങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർ മിഡിൽ ഈസ്റ്റിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അവരുടെ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, അത്തരം ഒരു സംഘമാണ് യമനിലെ അൻസാറുള്ള എന്നുള്ളത്. അമേരിക്കയുടെ ഹാരി ട്രൂമാൻ പടക്കപ്പലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തുടർച്ചയായ ഡ്രോൺ, ബാലിസ്റ്റിക്, ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് യഥാർത്ഥത്തിൽ അൻസാറുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കപ്പലിന് പ്രവർത്തിക്കാൻ സാധ്യമാകാത്ത സാഹചര്യത്തിൽ നിരന്തരമായ ഉപരോധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് യമനിലെ അൻസാറുള്ള എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള അറബ് രാജ്യങ്ങളിലുള്ള തങ്ങളുടെ എയർബേസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആക്രമണങ്ങൾ യമനിൽ നടത്തിക്കൊണ്ട് അൻസാറുള്ളയെ നിഷ്ഫലമാക്കാനാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ എയർബേസുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവിടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഏകദേശം 300ഓളം ആക്രമണങ്ങളാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളെ യമനിനെ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ പുറമേക്ക് വലിയ രീതിയിൽ ചർച്ചയാവുന്നില്ലെങ്കിൽ പോലും അമേരിക്കയും യമനിലെ അൻസാറുള്ളയും നേർക്കുനേരുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചെങ്കടലിലെ പാത പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി നടത്താൻ ഹൂത്തികൾ ഇതുവരെയും ഇത്തരം അമേരിക്കയെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന മറ്റുള്ള രാജ്യങ്ങളെയോ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു മേഖലയെ ഒന്നാകെ കൈയടക്കിക്കൊണ്ട് ഇത്തരം യമനിലെ ഹൂത്തികൾ അനുവദിക്കുന്ന ആളുകൾക്ക് മാത്രം ചരക്ക് ഗതാഗതം
നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലിനെ കൂടി വിളിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു കപ്പലിനെ നിരന്തരമായി യമനിലെ ഹൂത്തികൾ ഉപരോധത്താൽ വലച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് മറ്റൊരു കപ്പലിനെ അണിനിരത്തിക്കൊണ്ട് വീണ്ടും യമനിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയും ഹൂത്തികളെ പിന്തിരിപ്പിക്കുകയും തങ്ങളുടെ ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ കപ്പലിന് കൂടി വിളിക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഹാരി ട്രൂമാൻ എന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിനെ, അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനവാഹിനി അടക്കം ഉൾപ്പെടുന്ന കപ്പലിന് നിരന്തരമായ ആക്രമണത്തിലൂടെ ഹൂത്തികൾ ക്ഷയിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹൂത്തികളുടെ ഉപരോധത്തിൽ ഈ കപ്പൽ ആടിയുലയുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക മറുതന്ത്രം എന്നുള്ള നിലയ്ക്ക്, അവരുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് രണ്ടാമത്തെ യുദ്ധവാഹിനി കപ്പലിനെ കൂടി വിളിപ്പിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് ഈ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ രീതിയിലുള്ള ബോംബുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണങ്ങൾക്ക് അമേരിക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ അവരുടെ ബോംബറുകൾ അടക്കം സ്ഥാപിക്കുകയാണ് എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയൊന്നാകെ അമേരിക്ക അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് അത് യമനിലെ ഹൂത്തികളാണ്, അൻസാറുള്ളയാണ്. അൻസാറുള്ളയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലം യുദ്ധം ചെയ്തിട്ടുള്ള പരിചയം കൃത്യമായിട്ട് ഏതൊരു ശക്തിയെയും, അത് അമേരിക്കയായാലും ഇസ്രായേലായാലും അല്ലെങ്കിൽ മറ്റു അറേബ്യൻ രാജ്യങ്ങളായാലും, ഏറ്റവും വലിയ ആയുധ ശക്തിയുള്ള രാജ്യങ്ങളായാലും, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളായാലും അവരെയൊക്കെ നേരിടാനുള്ള യുദ്ധപരിചയം യമനിലെ അൻസാറുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ ഏതെങ്കിലും രീതിയിലുള്ള യമനിനെ ലക്ഷ്യമാക്കി കരയാക്രമണത്തിലേക്ക് കടന്നാൽ അത് പൊള്ളുന്ന അനുഭവങ്ങളാണ് തങ്ങൾക്കുണ്ടാക്കുക എന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇസ്രായേലിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും യമനിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു കരയാക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത്. കാരണം നേരത്തെ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ യമനിലെ അൻസാറുള്ളയും തമ്മിൽ നടന്ന വർഷങ്ങളോളം നീണ്ടുനിന്ന സംഘർഷത്തിൽ സൗദിയുടെയും അല്ലെങ്കിൽ UAEയുടെയും സൈന്യത്തോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനവും അമേരിക്കയുടെ സൈനിക സംവിധാനവും അതുപോലെ തന്നെ ബ്രിട്ടന്റെ അടക്കമുള്ള സഹായങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചിരുന്നു. പക്ഷേ അവരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നിട്ട് പോലും ഹൂത്തികളെ കീഴടക്കാനോ ഹൂത്തികളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതകൾ തങ്ങൾക്കുണ്ടാകുന്ന യുദ്ധം കൊണ്ട് അത്യന്തികമായിട്ട് ലാഭമില്ലെന്നും തങ്ങൾക്ക് നഷ്ടമാണെന്നും മനസ്സിലാക്കിയ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ആ ഒരു സന്ധി സംഭാഷണത്തിലൂടെ കൃത്യമായിട്ട് മറ്റൊരു ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ രാജ്യത്തിന്റെ ഇടപെടലോടുകൂടി പൂർണ്ണമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിൽ തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പകരം വലിയ രീതിയിലുള്ള സാമ്പത്തികമായ ആവശ്യങ്ങളാണ് അന്ന് യമനിലെ ഹൂത്തികൾ സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത, അവർക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താനുള്ള ആ ഒരു കാര്യം കൂടി അവർക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ അമേരിക്ക ശ്രദ്ധിക്കുന്നുള്ളത് ഹൂത്തികളുടെ പതനമാണ്. ഈ ഒരു മേഖലയെ പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ യമനിലെ ഹൂത്തികളുടെയും ചെങ്കടലിന്റെയും തങ്ങളുടെ കയ്യിലുള്ള നിയന്ത്രണം അനിവാര്യമാണെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരം ആക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് യമനിലെ ഹൂത്തികളെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാഹചര്യത്തിലേക്ക് അമേരിക്ക നോക്കുന്നുള്ളത്. നേരത്തെ ഈ അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അറേബ്യൻ രാജ്യങ്ങൾ ഈ യമനെതിരെ നടത്തിയ ഉപരോധങ്ങൾക്കും ആക്രമണങ്ങൾക്കും സർവ്വ പിന്തുണയും നൽകിയിരുന്നത് അമേരിക്കയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. പക്ഷേ വീണ്ടും ഈ അറബ് രാജ്യങ്ങളെ യുദ്ധമുന്നണിയിലേക്ക് ഇറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തുമ്പോഴും അത് പൂർണ്ണമായിട്ടും വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, യമനിലെ അൻസാറുള്ള ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നുണ്ട്. അതായത് ഈ രാജ്യങ്ങളിലെ അമേരിക്കയുടെ വ്യോമപാതകൾ, അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും തങ്ങളുടെ ലക്ഷ്യമാക്കി
മാറ്റുമെന്നുള്ള പ്രസ്താവന യമനിലെ ഹൂത്തികൾ നടത്തുകയാണ്. അത്തരമൊരു നിലപാട് ഹൂത്തികൾ സ്വീകരിക്കുമ്പോൾ ഇത് ഫലത്തിൽ ഈ അറബ് രാജ്യങ്ങൾ, അമേരിക്കൻ വ്യോമത്താവളങ്ങളുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ പ്രശ്നമായിട്ട് മാറുകയാണ്. കാരണം യമനിലെ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ ശക്തി നോക്കിയോ അവരുടെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ നോക്കിയോ ഒരിക്കൽ പോലും അവരുടെ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോവാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പശ്ചാത്തലം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാക്കിക്കൊണ്ട് യമനിലെ അൻസാറുള്ളയെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ അതുമായി ബന്ധപ്പെട്ട യുണൈറ്റഡ് കിങ്ഡം UK-ക്കോ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ പരമാവധി ആക്രമണങ്ങൾ നടത്തി, പരമാവധി സ്ഫോടനങ്ങൾ, ബോംബാക്രമണം നടത്തി, വലിയ രീതിയിലുള്ള അതിക്രമം നടത്തി ഹൂത്തികളെ പിന്തിരിപ്പിക്കാമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷെ യമനിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം യമനിന്റെ ഇതുവരെയുള്ള അൻസാറുള്ളയുടെ ചരിത്രവും പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല ചെങ്കടലിലെ പാത പൂർണ്ണമായിട്ടും ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ പ്രതിരോധങ്ങൾ കൊണ്ട് മാത്രം ഈ ഒരു മേഖലയിലെ ചരക്ക് ഗതാഗതം എളുപ്പമാക്കാം എന്നുള്ള ഒരു വ്യാമോഹം അമേരിക്കയ്ക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം ഈ ഒരു മേഖലയെ ആക്രമണങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താം എന്നുള്ള അമേരിക്കൻ ചിന്തകൾക്ക് കൂടി തിരിച്ചടിയാണ് ഇപ്പോൾ യമനിലെ അൻസാറുള്ള നടത്തുന്ന പ്രതിരോധങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ യമനിലെ അൻസാറുള്ളയെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്, അവരെ ഞങ്ങൾ ആക്രമിക്കുകയാണ് എന്നത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ ഒരു മേഖലയിൽ ഒന്നാകെ ഇസ്രായേലിലേക്കും മറ്റു ഈജിപ്തിലേക്കും അടക്കമുള്ള കപ്പലുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, ചരക്കൊക്കെ നീക്കം, ഗതാഗതം എളുപ്പമാക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പറയാതെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഈ ഒരു മേഖലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സഞ്ചാര പാത തെരഞ്ഞെടുക്കുന്ന കമ്പനികൾക്ക് കൂടി ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നത്. പക്ഷേ ഹൂത്തികൾ ഓരോ ദിവസം കഴിയും തോറും ഇതിന് മറുപടി എന്നോണം അമേരിക്കൻ പടക്കപ്പലിനെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മറു ആക്രമണങ്ങളും നടത്തുന്നുള്ളൂ എന്നതും തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൈനികപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഹൂത്തികൾ ഒന്നുകൂടി ആവർത്തിക്കുകയും ഹൂത്തികളുടെ പരമോന്നത നേതാവ് തന്നെ ഇത് ബദ്രുദ്ദീൻ അൽ മലിക് ഹൂത്തി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിരന്തരമായിട്ടുള്ള ഈ പ്രതിരോധങ്ങൾ മൂലം ഓരോ ദിവസവും അമേരിക്കൻ പടക്കപ്പലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നും അതിന്റെ ദൃശ്യങ്ങളും ഹൂത്തികൾ ഓരോ ദിവസവും പുറത്തുവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എളുപ്പമാകുന്ന സാഹചര്യം നിലവിൽ വരുത്താൻ അമേരിക്കയ്ക്കോ ബ്രിട്ടനോ നിലവിലുള്ള ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും ചെങ്കടലിൽ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്.